ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ് മനുഷ്യരോട്, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ സ്വത്തിൽ അഥവാ നിങ്ങളുടെ ശരീരത്തിൽ നോക്കുവീൻ. പല ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് കണ്ടിരിക്കാം. കാരണം അല്ലാഹുവില്ല എന്ന് പറയുന്ന, ദൈവമില്ല എന്ന് പറയുന്നവരെടുത്ത് കോടാനുകോടി, ഒരു ബീജത്തുള്ളിൽ നിന്നും കോടാനുകോടി അണുക്കളെ ഉൽപ്പാദിച്ചവനാരാണ്? നമ്മുടെ ബ്ലഡ് അത് ഞരമ്പുകളിലൂടെ കടത്തിവിട്ടുകൊണ്ട് ധാരാളം ബാക്ടീരിയകളുമാകട്ടെ ജീവാണുക്കളാകട്ടെ എല്ലാം ഉണ്ടാക്കിയവനാരാണ്? നമ്മുടെ രോമങ്ങൾ നാം ആണോ വളർത്തുന്നത്, അതോ അള്ളാഹുവാണോ? നാം ശ്വസിക്കുന്നത് വായു ആരാണ് പടച്ചിട്ടുള്ളത്? ഈ പ്രപഞ്ചത്തെ ആരാണ് പടച്ചിട്ടുള്ളത്? നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അനങ്ങുന്നത് അഥവാ ഹൃദയമിടിപ്പ് നാം ആണോ ഇടിപ്പിക്കുന്നത്, അതോ അള്ളാഹുവാണോ? നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനിയും ധാരാളം ദൃഷ്ടാന്തങ്ങൾ നാം ഓരോ അവയവങ്ങളും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കോടാനുകോടി ബാക്ടീരിയകളാണ് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്. നാം ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ദഹനശേഷി അഥവാ അത് ആരോഗ്യത്തിനെ നിലനിർത്താനുള്ള പ്രോട്ടീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബാക്ടീരിയകൾ. നാം ഒന്ന് ചിന്തിക്കുക, ഇതിനെയൊക്കെ പഠിച്ചതാരാണ്? നാമാണോ? നാം ഒന്ന് ചിന്തിക്കുക. വെറും ഒരു ബീജത്തുള്ളിൽ പച്ചവെള്ളം കണക്കിരിക്കുന്ന അതികോടാനുകോടി അണുക്കൾ ഉണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രം. അതേപോലെ നാഥൻ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾക്ക് ഇത്രയും പഠിച്ച അത്ഭുതകരമായ നിസാരമായ ഒരു സൂര്യനെ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല നേരിട്ട്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. അത്രയും ശക്തിയുള്ള, കാരണം ബീജത്തുള്ളിയിൽ നിന്ന് മനുഷ്യരൂപമുണ്ടാക്കിയ, അതിനെ കരയാനും ചിരിക്കാനും സ്നേഹിക്കാനുമൊക്കെ പഠിപ്പിച്ച റബ്ബ് അവൻ എത്ര പരിശുദ്ധനാണ്. നാം ഇനിയും ഓരോ നിമിഷവും, പ്രത്യേകിച്ച് നാം ഈ ലോകത്തോട് വിട പറയാനുള്ളതാണ്. അവന് നന്ദി കാണിച്ചുകൊണ്ട് നാം അവൻ്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലുമ്പോൾ എന്നെന്നും അവസാനിക്കാത്ത ആ ഒരു ലോകത്തേക്ക് ആനന്ദമാകണമെങ്കിൽ നാം ഇന്നേ പണിയെടുത്തേ മതിയാവൂ. പ്രത്യേകിച്ച് നമ്മളുടെ കുഞ്ഞുമക്കൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് ഈ ലോകത്ത് കാണാതെ വിഷമിക്കുകയാണെങ്കിൽ, നാളെ ബർസിയായ ലോകത്ത് അവൻ്റെ മുന്നിൽ, ആ രാജാവിൻ്റെ മുന്നിൽ ആ മക്കളെ പ്രത്യക്ഷപ്പെടുന്നതാണ്. അങ്ങനെ വേർപിരിഞ്ഞവരാരൊക്കെയുണ്ടോ, സ്നേഹിച്ചവരാരൊക്കെയുണ്ടോ, പക്ഷേ ഈ ലോകത്തെല്ലാം വിട പറഞ്ഞു പോയാൽ പിന്നെന്താണ് ജീവനർത്ഥം? തീർച്ചയായും എല്ലാത്തിനും ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇൻഷാ അള്ളാഹ് നാം ഓരോ നിമിഷവും അള്ളാഹുവിലേക്കും അവൻ്റെ ഹബീബിലേക്കും സ്വലാത്തുകളും സലാമുകളും കൊണ്ട് നാം അവനിലേക്ക് അടുക്കുക ഇൻഷാ അള്ളാഹ്.